ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പട്ടാമ്പി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച പട്ടാമ്പി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കുള്ള മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിൽ ഇതുവഴി കടന്നു വരുന്നത്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം ഉടൻ പ്രവർത്തനമാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മേലെ പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രി പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ആകെ നടത്തുന്ന ഡയാലിസിസ് സെന്ററുകൾ, ഞങ്ങളുടെ പാർട്ടി നടത്തുന്ന ഡയാലിസിസ് സെന്ററുകളും എടുത്ത് പരിശോധിച്ചാൽ ഞങ്ങൾ മുന്നിലാണ്. അത് രാഷ്ട്രീയമായി ഞങ്ങൾ പറയുന്ന ഒരു കാര്യമല്ല. പിന്നെ ഞങ്ങളിപ്പോൾ ഈ സമരം നടത്തുമ്പോൾ ഞങ്ങൾ ഈ സമരം കൊണ്ട് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് കണക്കെ നാളെ ഈ സർക്കാർ ഇതൊക്കെ പരിഹരിക്കുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പറഞ്ഞു, ഇത് പൂതലരിച്ച പ്രസ്ഥാനമാണ്, ഭരണം നിയന്ത്രിക്കുന്ന പ്രസ്ഥാനം പൂതലരിച്ച പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. പൂതലരിച്ചാൽ പിന്നെ ആ മരം എന്തിനാ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് കത്തിക്കാൻ പോലും ഉപകരിക്കാത്ത ഒരു സാധനമായി മാറുന്ന അവസ്ഥയാണ്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച പാരമ്പര്യം അവരിലില്ല. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയവൽക്കരിച്ച് പോകലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും സമീപനം. ഞങ്ങളുടെ സമീപനം പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. സെക്രട്ടേറിയറ്റ് അംഗം എം.എ. സമദ് മുഖ്യപ്രഭാഷണം നടത്തി. പട്ടാമ്പി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇ. മുസ്തഫ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അലി മറ്റന്തടം, കെ.പി. വാപ്പുട്ടി, മറ്റു നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. പണി പൂർത്തിയായി വർഷങ്ങളായിട്ടും ഡയാലിസിസ് സെന്റർ തുറക്കാത്തത് സർക്കാരിന്റെ അനാസ്ഥയാണെന്നും ഇതുമൂലം നൂറുകണക്കിന് രോഗികളാണ് ദുരിതമനുഭവിക്കുന്നതെന്നും മുസ്ലിം ലീഗ് ആക്ഷേപിച്ചു.